മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ പുറത്തിറക്കുന്ന കവിതാ സമാഹാരം പ്രകാശിതമായി. വി.ആർ. സുധീഷ് എം.പി. സൂര്യദാസിന് നൽകി പ്രകാശനം നിർവഹിച്ചു. വിവിധ വികാരങ്ങൾ കവിതയ്ക്ക് കാരണമാവുന്നുണ്ടെങ്കിലും ദുഃഖത്തിൽ നിന്നും ഉദ്ഭൂതമാകുന്ന കവിതകളാണ് ഉദാത്തമായവയെന്ന് സുധീഷ് പറഞ്ഞു. പല വിന്യാസങ്ങളിലൊക്കെയാണ് കവിതയുടെ വിടർച്ചകൾ. അദ്ദേഹത്തിലുള്ള 56 പലതരത്തിലുള്ള കവിതകൾ ഞാൻ ഈ സമാഹാരത്തിൽ വായിക്കുകയാണ്. ദുഃഖത്തിൽ നിന്നാണ് എപ്പോഴും കലയുണ്ടാകുന്നത്. നമ്മുടെ അസന്തുഷ്ടികളിൽ നിന്നും സന്തുഷ്ടികളിൽ നിന്നുമൊക്കെയാണ് കലയുണ്ടാകുന്നത്. പക്ഷേ അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ദുഃഖം അഥവാ അസന്തുഷ്ടി തന്നെയാണ്. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ മടപ്പള്ളി ഓർമ്മ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്ത ചിത്രകാരനും പ്രവാസിയുമായ ശശികൃഷ്ണനെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.വി. ഹരി ആദരിച്ചു. മടപ്പള്ളി ഓർമ്മ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.കെ. മനോജ്കുമാർ, വൈസ് പ്രസിഡന്റ് സന്തോഷ് മുല്ലപ്പള്ളി, മുൻ പ്രസിഡന്റ് പി. ബഷീർ, ഒ.കെ. ശ്യാമള, ഗോപി നാരായണൻ, ട്രഷറർ സന്തോഷ് കുറ്റിയിൽ, കോർഡിനേറ്റർ ടി.ടി. മോഹനൻ, വി.സി. രാജൻ, സ്നേഹാനന്ദന തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ കവികളും സംസാരിച്ചു. അതിഥികളായും അല്ലാതെയും ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ പേരും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത് ചടങ്ങിനെ വ്യത്യസ്തമാക്കി. 56 പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതകളാണ് സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 60കളിൽ കോളേജിൽ പഠിച്ച ആൾ മുതൽ 2023-ൽ കോഴ്സ് പൂർത്തിയാക്കിയ ആൾ വരെ ഇവരിൽ ഉൾപ്പെടും. കണ്ണൂരിലെ പായൽ ബുക്സാണ് പ്രസാധകർ. അച്ചടിച്ച പുസ്തകങ്ങളിൽ 63% പ്രകാശനത്തിന് മുൻപേ തന്നെ വിറ്റഴിഞ്ഞിരുന്നു. അടുത്തതായി കഥാസമാഹാരം പുറത്തിറക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്റെ പാഷനാണ്. അതാണ് എന്റെ സ്വപ്നവും. ആ സ്വപ്നത്തിനൊരു കൂട്ട്, അതാണ് എനിക്ക്